എന്തായാലും ഈ രഹസ്യ വിവാഹം ദിയയുടെ വീട്ടിൽ എന്തായാലും ആർക്കും ഇഷ്ടമാകില്ല. എത്രയൊക്കെ ഓപ്പൺ ഫാമിലി ആണെന്ന് പറഞ്ഞാലും അവരുടെ അടുത്ത് പറയാതെ നടത്തിയ ഈ ഒരു വിവാഹം അല്ലെങ്കിൽ രഹസ്യ ചടങ്ങ് അത്ര ബാലിശമായി അവർ ഒരിക്കലും കാണില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്യുന്ന സമയം ദിയയുടെ വീട്ടിൽ തന്നെയായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ ദിയ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കേണ്ടതായുണ്ട്. എന്തായാലും അശ്വിന്റെ വീട്ടിലും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരിക്കും. ഒരു അഭിമുഖത്തിനിടയിൽ വെച്ച് അശ്വിന്റെ ഒരു കസൻ ബ്രദറിനെ വിളിച്ച് ഞാൻ വിവാഹിതനായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ തന്നെയും ഞെട്ടിയിരിക്കുന്നത് കാണാമായിരുന്നു. അത് ശരിക്കും സംഭവിച്ചു എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരിക്കും. ഒരാൾക്കും, പ്രത്യേകിച്ച് ഒരമ്മമാർക്കും ഇത് അങ്ങോട്ട് വിശ്വസിക്കാനോ അതങ്ങോട്ട് ഉൾക്കൊള്ളാനോ സാധിക്കില്ലായിരിക്കും. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പിണങ്ങി നിൽക്കുകയായിരിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഫാമിലിയുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് അറിയണമെന്നാണ് പ്രേക്ഷകർ പറഞ്ഞു വരുന്നത്. ഫാമിലി എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ഈ വ്ളോഗ് അല്ലെങ്കിൽ ഈ റീല് പുറത്തിറങ്ങിയതിനു ശേഷം എന്തായാലും വീട്ടുകാർക്ക് നേരെ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ടായിരിക്കും. അവരൊരുപാട് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുമായിരിക്കും. അവർക്ക് പറയാനുള്ള ഉത്തരം ഞങ്ങൾക്കും കേൾക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഭവം നടന്നാൽ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കും. ആരെയും അറിയിക്കാതെ നടത്തിയ ഒരു വിവാഹമാണെങ്കിൽ മാതാപിതാക്കളെങ്കിലും ഉണ്ടാകണ്ടേ? അവിടെ മാതാപിതാക്കളുമില്ല, സുഹൃത്തുക്കൾ മാത്രമാണ്. ടാഗ് ചെയ്തിട്ടുള്ളതും സുഹൃത്തുക്കളെ മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് സുഹൃത്തുക്കൾ മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോടൊപ്പം ഒരു വിവാഹം നടത്താൻ ദിയ എന്താണ് ഉദ്ദേശിച്ചതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. ഇത്രയും നല്ല ഓപ്പൺ ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടായിട്ടും എന്തിനാണ് ദിയ കൃഷ്ണ ഇങ്ങനെയൊന്നും മുതിർന്നത് എന്നെല്ലാവരും ചോദിക്കുകയാണ്. അതേ വ്യക്തിയെ തന്നെ വിവാഹം കഴിച്ചു, അത് ശരി, പക്ഷെ ആ മാതാപിതാക്കളെ ചതിക്കുന്നത് പോലെയാകില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അശ്വിന്റെ എല്ലാ ഇഷ്ടങ്ങളും അനുസരിച്ച് തന്നെയാണ് അശ്വിന്റെ പേരൻസും ദിയെ മനസ്സിലാക്കി വീട്ടിലേക്ക് കയറ്റിയതും എല്ലാ കാര്യങ്ങൾ അറിഞ്ഞതുമെല്ലാം. എന്നിട്ടും അവരെയും ചതിക്കുന്ന പോലെയല്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. അവരെ ഒന്ന് സംസാരിക്കാൻ വിടും, അവർക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ അശ്വിന്റെ വീട്ടിലെ ചടങ്ങുകൾ നടത്തണമെന്ന ആഗ്രഹം ദിയയ്ക്കോ അശ്വിനോ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പരസ്പരം വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ ഇവർ ഇത്തരത്തിൽ നടത്തിയത്. ഒരു വർഷത്തിനു ശേഷം ഇവർ വിവാഹിതരായപ്പോൾ ഇതെല്ലാം കുറ്റമായി മാറുകയല്ലോ എന്നാണ് നിരവധി പേരുടെ ന്യായം. എന്നിരുന്നാലും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. എന്തിനാണ് ഇത്രയും അധികം നല്ല പേരൻസ് ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അതവർക്ക് ദ്രോഹമായല്ലേ മാറുകയുള്ളൂ. അവർക്കത് വിഷമമാകില്ലേ? ഇങ്ങനെയാണ് നിരവധി പേർ ചോദിക്കുന്നത്. എല്ലാം തുറന്ന് സമ്മതിക്കുന്ന, എല്ലാം തുറന്ന് കാണിക്കാൻ സമ്മതിക്കുന്ന അച്ഛനും അമ്മയും ഉള്ളപ്പോൾ ദിയ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ ഞങ്ങളുടെ മുമ്പിലെത്തി പറയണമെന്നാണ് ആരാധകർ ഇപ്പോൾ നിരവധി വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത്. എന്തായാലും അച്ഛനും അമ്മയും പറ്റിച്ചുകൊണ്ട് നിങ്ങളൊരു വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.